ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. കൊല്ലം പെരുന്നാടിനും മൺട്രോത്തുരുത്തിനും ഇടയിൽ വെച്ച് തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ യാത്രക്കാരന് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 6:15 സംഭവം. നെറ്റിക്ക് പരിക്കേറ്റ യാത്രക്കാരന് കായംകുളത്ത് എത്തിയപ്പോൾ പ്രാഥമിക ചികിത്സ നൽകി. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനശതാബ്ദി എക്സ്പ്രസിന് നേരെ ഉൾപ്പെടെ സമാനമായ അക്രമങ്ങൾ നടന്ന സാഹചര്യത്തിൽ RPFും റെയിൽവേ പോലീസും പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം കാവനാട് പോസ്റ്റ് ഓഫീസിൽ സേവനങ്ങൾ നിഷേധിക്കുന്നതായി പരാതി. ഇന്നലെ സ്പീഡ് പോസ്റ്റ് അയക്കാനെത്തിയ വള്ളിക്കീഴ് സ്വദേശിയെ സേവനങ്ങൾ ലഭ്യമല്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചതാണ് പരാതിക്ക് കാരണം. സിസ്റ്റം തകരാറാണെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചെങ്കിലും ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട ഉദ്യോഗസ്ഥന്റെ അഭാവമാണ് കാരണമെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. കേരള തീരത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ തടസ്സമില്ല. പുനലൂർ TB ജംഗ്ഷന് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ സ്പെഷ്യൽ ഓഫീസറെ മർദ്ദിച്ച കിളികൊല്ലൂർ കല്ലുംതാഴം സ്വദേശി നന്ദു പിടിയിലായി. ബുധനാഴ്ച രാത്രി 11 മണിയോടെ ഡ്യൂട്ടിക്കിടയിൽ വിശ്രമിക്കുകയായിരുന്ന ഉദ്യോഗസ്ഥയെ മദ്യലഹരിയിലായിരുന്ന പ്രതി ആക്രമിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ കിളികൊല്ലൂർ സ്റ്റേഷനിൽ നിലവിൽ 7 കേസുകളുണ്ടെന്നും ഇയാളെ കോടതി റിമാൻഡ് ചെയ്തതായും പോലീസ് അറിയിച്ചു. മീൻപിടിപ്പാറയും അനുബന്ധ പ്രദേശങ്ങളും വിനോദസഞ്ചാര മേഖലയെ അംഗീകരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി. മേലില ഗ്രാമപഞ്ചായത്തിലെ ഐപ്പള്ളൂരു വരെയുള്ള പ്രദേശങ്ങളാണ് മേഖലയിൽ ഉൾപ്പെടുന്നത്. ഇന്നത്തെ സ്വർണ്ണവില: പവന് 99,880 രൂപ, ഗ്രാമിന് 12,485 രൂപ.